ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സിന്റെ 5th മൊഡ്യൂളിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്, ദാറ്റ് ഈസ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. ഈ ഒരു ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം നിങ്ങൾക്ക് പാർട്ട് ബിയിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി പേപ്പേഴ്സിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം തുടങ്ങാം. സോ വാട്ട് ഈസ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. So an instrumentation system is a collection of instruments used to measure, monitor and control a process. So നമുക്ക് എന്താ പറയാ, ബേസിക്കലി ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഓർ ലൈക്ക് ടൂൾസ് ഇൻ ഓർഡർ ടു മെഷർ, മോണിറ്റർ ആൻഡ് കൺട്രോൾ എ പ്രോസസ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെ എഴുതാം: ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ടു മെഷർ, മോണിറ്റർ ആൻഡ് കൺട്രോൾ എ പ്രോസസ്. ഓക്കെ, ഇനി ഈ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റത്തിന് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ആണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. സോ ബേസിക്കലി ഇവിടെ ഞാൻ 2 ബ്ലോക്ക് ഡയഗ്രാം ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ആ 2 ബ്ലോക്ക് ഡയഗ്രാമിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ പഠിച്ചാൽ മതി. ബട്ട് കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ആ രണ്ടാമത്തെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഓക്കെ, സോ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാമിലെ ആദ്യത്തെ എലമെന്റ് ആണ് നമ്മുടെ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, ഈ ട്രാൻസ്ഡ്യൂസറിന് മുന്നേ ഇവിടെ നമുക്കൊരു ഇൻപുട്ട് ഉണ്ട്. ഓക്കെ, വിച്ച് ഈസ് എ മെഷറാൻഡ്. ഓക്കെ, വിച്ച് ഈസ് എ മെഷറാൻഡ്. ഓക്കെ, മെഷറാൻഡ് എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ആ മെഷറാൻഡ് ആണ് നമ്മുടെ ഇൻപുട്ട് വിച്ച് ഈസ് ഗിവൻ ടു ദ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഒരു സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് ആണ്. ഓക്കെ, സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ്, ഡാറ്റ ട്രാൻസ്മിഷൻ യൂണിറ്റ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടോ ഡാറ്റ പ്രസന്റേഷൻ എലിമെന്റ്. ഓക്കെ, ഇനി നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ മെഷറാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ദ ഇൻപുട്ട് to the instrumentation system is a physical quantity such as temperature, pressure or displacement. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതിലൊക്കെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയിരുന്നു, ലൈക്ക് വോൾട്ടേജ് ഓർ കറന്റ് ആയിരുന്നു നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ബട്ട് ഇവിടെ നമ്മൾ എന്താണ്, നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി സച്ച് as ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സ് ആർ മെഷറൻസ്. ഓക്കെ, സോ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാമിൽ നമ്മൾ എന്താണ് പറയാൻ പോണേ, ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ ഇൻപുട്ട് ആയിട്ട് എന്താണ് കൊടുക്കുന്നത്, measurements which are non-electrical inputs. Okay, so ഈ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സ് നമ്മൾ ട്രാൻസ്ഡ്യൂസറിലേക്ക് കൊടുക്കണം. സോ ഈ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സിനെ നമുക്ക് എന്തായാലും ഇലക്ട്രിക്കൽ ഇൻപുട്സ് ആയിട്ട് മാറ്റണമല്ലോ. അപ്പൊ ട്രാൻസ്ഡ്യൂസർ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് ദ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സ് ടു പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ കൺവേർഷൻ ഓഫ് measurements into proportional electrical signals. Okay, means നമ്മൾ മെഷറൻഡ് ആയിട്ട് എന്ത് കൊടുത്തു, നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്ട് സിഗ്നൽസ് കൊടുത്തു. എങ്ങോട്ടേക്ക്, ട്രാൻസ്ഡ്യൂസറിലേക്ക്. അപ്പൊ ട്രാൻസ്ഡ്യൂസറിന്റെ ജോലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സിനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻപുട്സ് ആയിട്ട് മാറ്റുക. ഓക്കെ, സോ അത് നടന്നു. അതിനി എങ്ങോട്ടേക്ക് കൊടുക്കണം, നമ്മള് സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിലേക്കാണ് കൊടുക്കുന്നത്. സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്, ആ ഒരു നെയിമിൽ തന്നെ നമുക്ക് അറിയാം ആ സിഗ്നലിന്റെ കണ്ടീഷൻസിനെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടീഷൻസിൽ ചേഞ്ച് വരുത്താം. സോ ബേസിക്കലി ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിഫിക്കേഷൻ നടക്കും. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ ഇപ്പൊ ഇവിടുത്തെ ഔട്ട്പുട്ട് മീൻസ് ട്രാൻസ്ഡ്യൂസറിന്റെ ഔട്ട്പുട്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സിഗ്നലാന്ന് വിചാരിക്കാം, ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സിഗ്നലാണ്. ഓക്കെ, വിച്ച് ഈസ് എ ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ഇവിടെ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിൽ നമുക്ക് അതിന്റെ ആംപ്ലിഫിക്കേഷൻ ചെയ്യാം. മീൻസ് ഇങ്ങനെ ഇരുന്ന സാധനം നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡിനെ ഓൾട്ടർ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയല്ല, ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. സോ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യാം, മീൻസ് അവിടെ പെർഫോം ചെയ്യാം. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് നോയ്സിനെ റിമൂവ് ചെയ്യാം. ബേസിക്കലി നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ഇൻഫർമേഷൻ ഓർ വി ക്യാൻ സേ ലൈക്ക് അൺവാണ്ടഡ് ക്വാണ്ടിറ്റീസ് ദാറ്റ് ആർ ആഡഡ് അപ് ടു ദ സിഗ്നൽ. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ സിഗ്നൽ ഇപ്പൊ ഇങ്ങനെ പോവാന്ന് വിചാരിക്കാം. ഓക്കെ, നോയ്സും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെയാവും. ഓക്കെ, സോ ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഈ നോയ്സിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഇവിടെ പറ്റും. അതിന്റെ ഒപ്പം തന്നെ നമുക്ക് മോഡുലേഷൻ പെർഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഒന്നോടെ നോക്കാം. മെഷറൻഡിൽ നിന്ന് എന്താണ്, ലൈക്ക് ദേ ആർ ദ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സ്, ദേ ആർ ഫെഡ് ടു ദ ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസറിൽ എന്താ നടക്കണേ, കൺവേർഷൻ ഓഫ് മെഷറൻസ് ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. അത് പിന്നെ എങ്ങോട്ട് പോണേ, സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ്സിൽ. അവിടെ എന്താണ് നടക്കണേ, അവിടെ ആ ഒരു സിഗ്നലിന്റെ കണ്ടീഷനിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് നടക്കും, വിച്ച് ഇൻക്ലൂഡ്സ് ആംപ്ലിഫിക്കേഷൻ, റിമൂവൽ ഓഫ് നോയ്സ് ഓർ മോഡുലേഷൻ. ഓക്കെ, ഡൺ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ദെൻ ഇറ്റ് ഈസ് ഫെഡ് ടു ദ ഡാറ്റ ട്രാൻസ്മിഷൻ. ഡാറ്റ ട്രാൻസ്മിഷൻ ഭയങ്കര സിമ്പിൾ ആണ്, ആ ഒരു പേരിൽ തന്നെ അറിയാം. ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ.
ഇവിടെ ഇങ്ങോട്ടേക്ക് ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ആണ് നമ്മുടെ ഡാറ്റ ട്രാൻസ്മിഷൻ. ദേ ക്യാൻ ബി ഓഫ് വയർഡ് നെറ്റ്വർക്ക്, ഓക്കെ, വയർഡ് നെറ്റ്വർക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ ട്രാൻസ്മിഷൻ കേബിൾസ്, ഓക്കെ, ട്രാൻസ്മിഷൻ TX കേബിൾസ്, ഓർ വി ക്യാൻ സേ ഫൈബർ ഒപ്റ്റിക് കേബിൾ. ഓക്കെ, അപ്പോ ട്രാൻസ്മിഷൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതർ ബ്ലോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡാറ്റ ട്രാൻസ്മിഷൻ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഡാറ്റ പ്രസന്റേഷൻ എലിമെന്റ്. ബേസിക്കലി ഇവിടെ തന്നെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരുമല്ലോ. സോ വാട്ട് ഇറ്റ് ഈസ് എ റിസീവർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ TX ആണ് നടക്കണമെങ്കിൽ ഇവിടെ റിസീവിംഗ്, ദാറ്റ് ഈസ് റിസീവർ പാർട്ട് RX ആണ് നടക്കുന്നത്. സോ ഡാറ്റ ട്രാൻസ്മിഷൻ നമ്മുടെ എന്ത് ബ്ലോക്ക് ആണ്? ട്രാൻസ്മിറ്റർ ബ്ലോക്ക് ആണ്. ഓക്കെ, ട്രാൻസ്മിറ്റർ ബ്ലോക്ക്. ആൻഡ് ഡാറ്റ പ്രസന്റേഷൻ എലിമെന്റ് എന്താണ്? റിസീവർ ബ്ലോക്ക് ആണ്. ഓക്കെ, സോ ബേസിക്കലി ഡാറ്റ പ്രസന്റേഷൻ എലിമെന്റിൽ നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിൽ തന്നെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് യൂസ് ടു പ്രസന്റ് ദ ഡാറ്റ. ഓക്കെ, ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സിഗ്നൽ മീൻസ് ആ റിസീവ് ചെയ്തിരിക്കുന്ന സിഗ്നലിനെ ഒന്നെങ്കിൽ നമുക്ക് പ്രോസസ് ചെയ്യാം. ഓക്കെ, പ്രോസസ്സിൽ എന്താണ് നടക്കണത്? ആംപ്ലിഫിക്കേഷൻ നടക്കും, റൈറ്റ്? ആംപ്ലിഫിക്കേഷൻ നടക്കും, ഡീമോഡുലേഷൻ നടക്കും. മീൻസ് ഇവിടെ ഇപ്പൊ മോഡുലേഷൻ നമ്മൾ ചെയ്തു, നമുക്കിവിടെ ആംപ്ലിഫിക്കേഷൻ ഉണ്ട്, മോഡുലേഷൻ ഉണ്ട്, ഓക്കെ, മോഡുലേഷൻ ഉണ്ട്, റിമൂവൽ ഓഫ് നോയ്സ്, റിമൂവൽ ഓഫ് നോയ്സ് എവിടെ? ഇവിടെ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റിൽ. സോ ആംപ്ലിഫിക്കേഷൻ, മോഡുലേഷൻ ആൻഡ് റിമൂവൽ ഓഫ് നോയ്സ്. അപ്പൊ നമുക്ക് ആംപ്ലിഫിക്കേഷൻ മാറ്റിയിട്ട് ഒറിജിനൽ സിഗ്നൽ എങ്ങനെയായിരുന്നോ അതുപോലെ വേണമെങ്കിൽ നമുക്ക് അറ്റന്യൂവേഷൻ പെർഫോം ചെയ്യാം, നമുക്ക് ഡീമോഡുലേഷൻ പെർഫോം ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റനെ പ്രസന്റ് ചെയ്യണ ഒരു ബ്ലോക്കാണ്, റൈറ്റ്? ഇനി ഇത് എങ്ങനെ നമുക്ക് പ്രസന്റ് ചെയ്യാം? ഒരു റെക്കോർഡറിലൂടെ, ഓർ എ പ്രിന്റർ, ഓർ എ ഡിസ്പ്ലേ യൂണിറ്റ്, റൈറ്റ്? ഇപ്പൊ നിങ്ങളുടെ ലാബുകളിൽ നിങ്ങൾ CRO പഠിച്ചിട്ടുണ്ടാവും, റൈറ്റ്? CROന്റെ ആ ഒരു സിനാരിയോ ഒന്ന് ആലോചിച്ചാൽ മതി. CROയിൽ എന്താണ് നടക്കുക? നമുക്ക് ഡാറ്റ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ CROയിലേക്ക് നമ്മൾ ഒരു കേബിള് കുത്തി കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് അവിടെ അതൊരു ഡാറ്റ ട്രാൻസ്മിറ്റർ ആവും, ആ ഒരു കേബിള്, റൈറ്റ്? അതിന്റെ ഒപ്പം തന്നെ നമ്മളിപ്പോ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ട്രാൻസ്ഡ്യൂസർ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഒന്നോടെ പറയാം, മെഷറൻസ് ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ടു ദ ട്രാൻസ്ഡ്യൂസർ വിച്ച് ആർ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സ്. ട്രാൻസ്ഡ്യൂസർ കൺവേർട്സ് ദ നോൺ ഇലക്ട്രിക്കൽ ഇൻപുട്സ് ഇൻ ടു പ്രൊപ്പോർഷണൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഓക്കെ, ഇനി ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ സിഗ്നൽ കണ്ടീഷനിങ് യൂണിറ്റ് അവിടെ വേരിയസ് പ്രോസസ് ചെയ്യും ആ ഒരു സിഗ്നലിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ആംപ്ലിഫിക്കേഷൻ പെർഫോം ചെയ്യാം, മോഡുലേഷൻ ആൻഡ് റിമൂവൽ ഓഫ് നോയ്സ് എന്നുള്ള ഒരു പ്രോസസ്സ് പെർഫോം ചെയ്യാം. ദെൻ ദാറ്റ് ഈസ് ഫെഡ് ടു ദ ഡാറ്റ ട്രാൻസ്മിഷൻ ബ്ലോക്ക്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ട്രാൻസ്മിറ്റർ പാർട്ട് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം. മീൻസ് ഇവിടെ എന്താണ്? ട്രാൻസ്മിഷൻ ആണ് നടക്കുന്നത്. അത് എന്തിലൂടെ നമുക്ക് ചെയ്യാം? നമുക്ക് ഒന്നെങ്കിൽ ഒപ്റ്റിക് ഫൈബർ കേബിളിലൂടെ ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കേബിളിലൂടെ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസീവർ പാർട്ടാണ് വരുന്നത്, RX റിസീവർ പാർട്ടാണ് വരുന്നത്, വേർ ഡാറ്റ പ്രസന്റേഷൻ ഓഫ് ദ എലമെന്റ് ഇസ് ഡൺ. Okay, it is the receiver part of the instrumentation system. Here we can present the data as well as we can perform processes like attenuation, amplification, or we can say like demodulation. Okay, then it is presented to the recorder, printer, or display in order to present that. Okay, ഇതിന്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോട്ട്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് റീഡ് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാമിലേക്ക്, വിച്ച് ഇസ് മോസ്റ്റ് പ്രിഫേർഡ് ഓവർ അതേഴ്സ്. ഈ ഒരു ഡയഗ്രാം ആണ് നിങ്ങളുടെ സിലബസിലും തന്നിരിക്കുന്നത്. ഓക്കെ, സോ സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാമിൽ ബേസിക്കലി നമ്മൾ നേരത്തെ പഠിച്ച സെയിം സംഭവം തന്നെയാണ്, ജസ്റ്റ് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നുള്ളൂ. ഓക്കെ, സെയിം സംഭവം തന്നെയാണ്. ഏറ്റവും നമ്മൾ ഇൻപുട്സ് കൊടുക്കുന്നു വിച്ച് ആർ ക്വാണ്ടിറ്റീസ് ടു ബി മെഷർഡ്. ഓക്കെ, ബേസിക്കലി മെഷറൻസ് ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക. ആൻഡ് നമ്മളിവിടെ പ്രൈമറി സെൻസിങ് എലിമെന്റ്സ് യൂസ് ചെയ്യും വിച്ച് ആർ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, transducers, sensors, okay, and we can say like physical quantities ne sense ചെയ്തെടുക്കും ആൻഡ് കൺവേർട്സ് ദം ടു ഇലക്ട്രിക്കൽ സിഗ്നൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മെഷറൻസിന് എന്താ ഇൻപുട്ട് ആയിട്ട് എടുക്കും ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസിന് കൊടുക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഫിസിക്കൽ സിഗ്നൽസിനെ ഇൻപുട്ട് ആയിട്ട് എടുക്കും, ആസ് എ ഇൻപുട്ട് നമ്മൾ എടുക്കും.
ആൻഡ് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അനലോഗ് സിഗ്നൽസ്. ഓക്കെ, ഫിസിക്കൽ സിഗ്നല് ഇൻപുട്ട് ആയിട്ട് എടുക്കും ആൻഡ് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് തരും? അനലോഗ് സിഗ്നൽ വരും. ദാറ്റ് അനലോഗ് സിഗ്നൽ ഈസ് ഫെഡ് ടു ദ വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. ഇനി ഇവിടെ എന്താ നടക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രൈമറി സെൻസിങ് എലമെന്റ്, ഈ ഒരു പ്രൈമറി സെൻസിങ് എലമെന്റ് ഔട്ട്പുട്ടിനെ വേരിയബിൾ ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യും, അല്ലെങ്കിൽ വി ക്യാൻ സേ ലൈക്ക് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സ്യൂട്ടബിൾ ഫോംസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇൻഫോർമേഷൻ. വിത്തൗട്ട് ചേഞ്ചിങ് ഇൻഫോർമേഷൻ, അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് എഴുതണം ആ ഒരു പോയിന്റ്. ഓക്കെ, വിത്തൗട്ട് ചേഞ്ചിങ് ഇൻഫോർമേഷൻ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു അതർ സൂട്ടബിൾ ഫോംസ്. ഓക്കെ, ബേസിക്കലി നമുക്ക് ഇതിനെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നും പറയാം. ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ എന്താ നടക്കുക? നമ്മൾ ഇവിടെ നോക്കിയേ, മെഷറൻസ് നമ്മൾ അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്താ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നു പ്രൈമറി സെൻസിങ് എലമെന്റിന്. They are basically sensors and transducers which takes physical signals or measurements as the input and gives analog signal as the output. That analog signal is fed to the variable conversion element where it is converted into suitable forms without changing the information. Thus, they are also known as secondary transducers. Okay. Now the next one is variable manipulation element. ഇവിടെ മനസ്സിലാവും manipulation is being done, right? സോ നമുക്കറിയാം ഇവിടെ എന്തായാലും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണല്ലോ ഇൻപുട്ട് ആയിട്ട് പോണേ. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആസ് ഇൻപുട്ട്. ഓക്കെ, ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആസ് ഇൻപുട്ട്. ആൻഡ് ഇവിടെ എന്താ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ വാല്യൂസിലാണ് മാറ്റം വരുന്നത്. മീൻസ് ഇവിടെ മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ദ ന്യൂമറിക് വാല്യൂസ്, ഓക്കെ, നമുക്ക് പറയാം ന്യൂമറിക് വാല്യൂസ് ഓഫ് electric signals or electric inputs are altered. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് റേഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു വാല്യൂസിനെ മാറ്റും, റൈറ്റ്? സോ നമുക്ക് അതിവിടെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഡാറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ, അതർ ബ്ലോക്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്മിഷൻ എലമെന്റ്സ് യൂസ് ചെയ്യണം. വി ക്യാൻ യൂസ് ലൈക്ക് ഫൈബർ ഓപ്റ്റിക് കേബിൾസ് ഓർ വി ക്യാൻ സേ ലൈക്ക് ട്രാൻസ്മിഷൻ കേബിൾസ്. ഓക്കെ, ഇനി ഡാറ്റ പ്രസന്റേഷൻ ഓർ കൺട്രോളിംഗ് ആണ് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക്, വിച്ച് ഈസ് ബേസിക്കലി ദ ഫൈനൽ ഔട്ട്പുട്ട് ഈസ് റെക്കോർഡഡ് ഓർ ഗിവൻ ടു കൺട്രോളർ ടു പെർഫോം ആക്ഷൻസ്. ഓക്കെ, അപ്പോൾ വേരിയസ് ആക്ഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ ചെയ്യാൻ പറ്റും. മീൻസ് ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ഡാറ്റനെ നമുക്ക് ഒന്നെങ്കിൽ പ്രോസസ് ചെയ്യാം, അല്ലെങ്കിൽ വേരിയസ് അനാലിസിസ് നടത്താം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് പെർഫോം ചെയ്യാം. സോ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനൊരു ഡീറ്റെയിൽ നോട്ട് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. സോ അത് ജസ്റ്റ് ഒന്ന് ക്വിക്ക് ആയിട്ട് നോക്കാം. പ്രൈമറി സെൻസിങ് എലമെന്റ് ബേസിക്കലി സെൻസർ ഓർ ട്രാൻസ്ഡ്യൂസേഴ്സ്, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് സെൻസ്ഡ് ആൻഡ് കൺവേർട്ടഡ് ടു അനലോഗ് സിഗ്നൽസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ദെൻ കമ്മിങ് ടു ദ വേരിയബിൾ കൺവേർഷൻ എലമെന്റ്. ബേസിക്കലി ഇവിടെ എന്താണ് നടക്കുന്നത്? പ്രൈമറി സെൻസിങ് എലമെന്റ് ഔട്ട്പുട്ടിനെ കൺവേർട്ട് ചെയ്യും വിത്തൗട്ട് ചേഞ്ചിങ് ഇൻഫോർമേഷൻ. ഓക്കെ, അത് മെയിൻ ആയിട്ട് നിങ്ങൾ എഴുതണം. വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇൻഫോർമേഷൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ പ്രൈമറി സെൻസിങ് എലമെന്റ് ഈസ് കൺവേർട്ടഡ് ടു സൂട്ടബിൾ ഫോംസ്. ബേസിക്കലി ദേ ആർ നോൺ ആസ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, ഇനി വേരിയബിൾ മാനിപ്പുലേഷനിൽ എന്താണ് നടക്കുന്നത്? ഔട്ട്പുട്ട് ഓഫ് ദ ട്രാൻസ്ഡ്യൂസേഴ്സ് മേ ബി ഇലക്ട്രിക്കൽ സിഗ്നൽസ്, thus the numeric value of the signal is changed. Okay, convert signals to suitable range. Suitable rangeലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, then data transmission element, basically data to be transferred from one place to another. ഇനി ഈ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാനലിലൂടെയാണ്. ചാനൽ എന്ന് പറയുമ്പോൾ പാത്ത് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദെൻ ഡാറ്റ പ്രസന്റേഷൻ എലമെന്റ്, ബേസിക്കലി നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റനെ ഒന്നെങ്കിൽ റെക്കോർഡഡ് ഓർ ലൈക്ക് വി ക്യാൻ ഗീവ് ഇറ്റ് ടു ദ കൺട്രോളർ ടു പെർഫോം ദി ആക്ഷൻ. ഓക്കെ, സോ ഇത്രയും നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് മേടിച്ചെടുക്കാൻ പറ്റും. സോ ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗുഡ് ഡേ. ബൈ.